ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ മിക്കവരുടെ വീട്ടിലും ഈ ഒരു ചാമ്പക്ക ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ സീസണാണല്ലോ. അപ്പോൾ ഈ ഒരു ചാമ്പക്ക ഉപയോഗിച്ചിട്ട് 2 ടൈപ്പിലുള്ള വെറൈറ്റി ജ്യൂസുകളാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഫ്ലേവറിലുള്ള 2 ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും അതല്ലാത്ത സമയത്ത് നമുക്ക് വെറുതെ ജ്യൂസ് അടിച്ച് കഴിക്കാനാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ 2 ടൈപ്പ് ജ്യൂസും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അതല്ല നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സീഡും അതുപോലെ ഇങ്ങനെ കുറച്ച് നാരുകളും ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇതിലൊന്നും ഇപ്പോൾ സീഡ് കാണാനില്ല, ചിലതിലൊക്കെ സീഡ് ഉണ്ടാവും. അപ്പോൾ സീഡുള്ളത് അങ്ങനെ കളയുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായി വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സീഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് ജ്യൂസ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് കുറച്ച് ചാമ്പക്ക ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ ഇലയാണ് കേട്ടോ, നാരകത്തിൻ്റെ ഇലയാണ്. ഇത് എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഇല ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്തായിട്ടോ. ആ ഇലയുടെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ കൂടുതൽ എരിവില്ലാത്തതായത് കാരണം ഞാൻ 3 ചേർക്കുന്നുണ്ട്. എരിവുള്ളതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ 1 ചേർത്താൽ മതി. ഇനി ആ മുളകില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പീസ് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചാമ്പക്ക ജ്യൂസൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. സ്റ്റെയിനർ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിന് നല്ലൊരു കളറാണ് കേട്ടോ. നമ്മളിങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഉണ്ടാവുക ഈ ഒരു ജ്യൂസിന്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ജ്യൂസ് ഫുള്ളായിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഞാനിതൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ കളർ കേട്ടോ. ആ ഒരു പാത്രത്തിലാവുമ്പോൾ കുറച്ച് റെഡ് കളറായി തോന്നും. ഇനി ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ല തണുപ്പിൽ കുടിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അതുകൊണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. 2-3 കാന്താരി മുളക് അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ജ്യൂസ്. അപ്പോൾ മധുരമൊന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ സംഭാരമൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. സംഭാരം കുടിക്കുന്ന അതേ ടേസ്റ്റിൽ ആണ് നമുക്കിത് കിട്ടുക. നല്ല ടേസ്റ്റാണ്. ആ ചാമ്പക്കയുടെ ഒരു പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടമുള്ളവർ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് നോക്കാം. അപ്പോൾ ബാക്കി ചാമ്പക്ക ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ഏലക്കായാണ്. പിന്നെ 1/2 ഗ്ലാസ് നന്നായിട്ട് തണുപ്പിച്ച പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ നന്നായിട്ട് നല്ലൊരു ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. ഒരു ചാമ്പക്കയുടെ ആ ഒരു ചെറിയൊരു പുളിപ്പും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ചാമ്പക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കും ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ 2 രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്